Hey guys, ഞാൻ റാസി. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യുന്നത് ആൾട്ടോ 800 ആണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാർ സർവീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിന് ഹാൻഡ് ബ്രേക്ക് വളരെ കുറവായിരുന്നു. മാത്രമല്ല ബ്രേക്ക് പാഡിൽ ഒരുപാട് താഴേക്ക് പോകുന്നുണ്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഓക്കെ ആണ് കേട്ടോ. ഫ്രണ്ടിലെ ബ്രേക്ക് പാഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് പ്രോബ്ലം ഉണ്ട്, നമുക്കത് പറയാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കൂളൻ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. കൂളൻ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത് കൂളൻ്റ് കുറച്ച് മോശമാണ്, കുറച്ച് വെള്ളമായി മാറുന്നുണ്ട് കൂളൻ്റ് കേട്ടോ. ഓക്കെ, കൂളൻ്റ് ലൈഫ് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂളൻ്റ് നമ്മൾ നിർബന്ധമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മൾ അടുത്ത നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ സിറ്റുവേഷനാണ്. ഞാൻ ഇതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഡിപ്സ്റ്റിക്കിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്കൊരു സംശയം തോന്നി. നമ്മൾ എഗെയിൻ നമ്മൾ അത് ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ കാറിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എത്രമാത്രം ഓയിലിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയണം. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ലെവൽ എത്ര വരുന്നുണ്ടെന്ന്. നമ്മൾ ഫുൾ അകത്തേക്ക് ഇട്ട് നമ്മൾ എടുത്ത ശേഷം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ലെവൽ കാണിക്കുന്നേ ഇല്ല. കാറിൻ്റെ അകത്ത് ഓയിലേ ഇല്ലാത്ത പോലെയാണ് കേട്ടോ കാണുന്നത്. പക്ഷേ ഈ കാർ ഓടിക്കുന്ന സമയത്ത് ഓയിലിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുകയോ അല്ലെങ്കിൽ മറ്റ് സ്മോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കാറിന് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റേജ് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വല്ല ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാറിൻ്റെ താഴേക്ക് പോവാം. താഴെ നമ്മൾ ഈ കാണുന്ന ഓയിൽ പാനാണ്, ഓയിൽ സമ്പ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു ഗ്യാസ്കറ്റിൻ്റെ ലീക്ക് ഉണ്ടെന്ന് മാത്രമല്ലാണ്ട് ഹെവി ആയിട്ടുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രമാത്രം ഓയിൽ എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കവർ മിസ്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ക്ലച്ചിൻ്റെ വർക്ക് ഏതോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡസ്റ്റിൻ്റെ കവർ വരുന്നുണ്ട്, അത് മിസ്സിംഗ് ആണ്. ഈ ഒരു ഫ്ലൈ വീൽ ഇങ്ങനെ കാണാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആക്സിലിൻ്റെ ബൂട്ട് ക്രാക്ക് ഉണ്ട്, അതും നമുക്ക് പയ്യെ ഫിക്സ് ചെയ്യണം, അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ആക്സിൽ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആക്സിലൊക്കെ മാറിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിലിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ പാൻ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓയിൽ ഒന്ന് ഡ്രെയിൻ ചെയ്യാം. എത്രമാത്രം ഓയിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. പക്ഷേ എനിക്ക് പറയാൻ പറ്റും കേട്ടോ, ഇതിൻ്റെ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കായിട്ടല്ല ഇത് ലെവൽ കാണിക്കാത്തത്. ഇത് ഓയിൽ സ്ലെഡ്ജായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ, പയ്യെ പയ്യെ. അതായത് മാറാൻ കുറച്ച് സമയം വൈകി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ സ്റ്റെയിനറാണ്. നമ്മുടെ എൻജിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ പമ്പ് ഈ സ്റ്റെയിനർ വഴിയാണ് ഓയിൽ വലിച്ചെടുക്കുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഈ കാറിനെ കുറിച്ചിട്ട്. കാരണം ഈ കാർ എങ്ങനെയാണ് ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ. കാരണം ഇത് ഫുൾ ബ്ലോക്കാണ് നമ്മൾ അയച്ചു നോക്കുന്ന സമയത്ത്. മേ ബി 1-2 ഹോൾസ് മാത്രം ഉണ്ടാവും കേട്ടോ ഓയിൽ വലിച്ചെടുക്കാൻ. അതിലൂടെ ഓയിൽ വലിച്ചിട്ടാണ് ഈ കാർ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓയിൽ പാൻ അതുപോലെ തന്നെ സ്റ്റെയിനർ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് കാറിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ വാഷിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് പവർ വാഷ് ചെയ്യുന്നുണ്ട്, ഫുള്ളി വാഷ് ചെയ്യുന്നുണ്ട് നമ്മൾ. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ സ്ലഡ്ജും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഡീസൽ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഡീസലും ക്ലോത്തും ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇതിന് ഹൈ ലെവലിലുള്ള ക്ലീനിങ്സും വേറെ ഉണ്ട്. പക്ഷേ ഈ ക്ലീനിങ് ഓക്കെയാണ്, ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയിനർ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മുമ്പത്തെ അവസ്ഥ എത്ര മോശമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാത്രമല്ല നമ്മുടെ പാനും ഓയിൽ സമ്പും നമുക്ക് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഡ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇത് കാറിലേക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കാറ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓയിൽ പ്രോപ്പറായിട്ട് സമയത്ത് മാറണം. അത് മാത്രമല്ല, ഇങ്ങനെ സംഭവിക്കാനുള്ള വേറൊരു റീസണും കൂടെ ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കാറിലേക്ക് ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കാറിലേക്ക്. നമ്മുടെ ഓയിലിൻ്റെ സീലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മൾ 5W30 ഓയിലാണ് നമ്മൾ ഇതിന് ഒഴിക്കുന്നത്. 5W30 ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിന് നല്ല പെർഫോമൻസ് ആയിരിക്കും. ടെക്നോ സിന്തറ്റിക് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇത് ഈ ഒരു കാറിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടേ നമുക്ക് ഓയിൽ ഒഴിക്കാൻ പറ്റുള്ളൂ, കാരണം പെട്ടെന്ന് ഇറങ്ങിപ്പോയില്ല ഓയിൽ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ എല്ലാം ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓയിൽ മെല്ലെ മെല്ലെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഈ കാറിന് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ ഓയിൽ മാറിയ സമയത്ത് ഈ കാറിൻ്റെ ഓണർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല അടുത്ത ഓയിൽ എപ്പോൾ മാറണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് പോകാൻ കാരണം. പക്ഷേ അപകടം സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡിലെ ബ്രേക്കിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റർ ഓൾറെഡി ഇങ്ങ് ടച്ചായി നിൽക്കുകയാണ് മാക്സിമം. നമുക്ക് ഒരു തുള്ളി പോലും ബ്രേക്ക് കിട്ടില്ല കേട്ടോ ബാക്ക് സൈഡിൽ ഈ ഒരു അവസ്ഥയിൽ. കാരണം ബ്രേക്ക് പാഡിൽ മാക്സിമം താഴെ എത്തിയാലേ കിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലോക്ക് നമുക്ക് മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആവാൻ കാരണം. ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 184 രൂപയാണ്. നമ്മൾ 2 കിറ്റ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലും സെയിം സിറ്റുവേഷൻ ആണ്. ഹാൻഡ് ബ്രേക്ക് ഒക്കെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് ലിവർ പൊങ്ങി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ആക്സിൽ ബൂട്ടാണ്. ഒരു ബൂട്ട് ഓൾറെഡി ക്രാക്കാണ്. നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിലേക്ക് ഫുള്ളി ഇതിൻ്റെ ഗ്രീസൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂളൻ്റ് ചേഞ്ച് ചെയ്യുകയാണ്. കൂളൻ്റ് പച്ച കളർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത്ര ബെറ്റർ അല്ല, കാരണം നല്ല പഴക്കമുള്ള കൂളൻ്റാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് കൂളൻ്റ് ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കൂളൻ്റ് ഒഴിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൂളൻ്റ് നമ്മളൊരു ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയുടെ കൂളൻ്റൊക്കെ ആണെങ്കിൽ ഓരോ ഓയിൽ ചേഞ്ചിലും കൂളൻ്റ് ചേഞ്ച് ചെയ്ത് പോകുന്നത് ബെറ്ററാണ്. കാരണം നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മുടെ എൻജിൻ വരും. ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കാറിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സ്റ്റിക്കറാണ്. കാരണം ഇത് ഓയിൽ റിമൈൻഡർ സ്റ്റിക്കറാണ്. ഏകദേശം എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് അടുത്ത ഓയിൽ മാറേണ്ടത് നമ്മുടെ കാറിൻ്റെ ഓണർക്കുള്ളൊരു ഇൻഫർമേഷനാണിത്. ഇതിൻ്റെ മുമ്പ് ഇതുപോലൊരു സ്റ്റിക്കറോ കാര്യങ്ങളോ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞ കാര്യം അവർക്ക് അറിയില്ലാതെ എപ്പോഴാണ് മാറേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ കാറിന് ഒന്നും പറ്റിയിട്ടില്ല, അപകടം ഒന്നും പറ്റിയിട്ടില്ല. കാറിന് സ്മോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കാർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ കൂളൻ്റ് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ടെമ്പറേച്ചറാണ്. കാറിൻ്റെ കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്കാനിങ് എല്ലാം ഓക്കെ ആണ്. നമ്മൾ കാറിലേക്ക് വാഷർ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വിൻസ്ക്രീനൊക്കെ ക്ലീൻ കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ ഫിൽറ്റർ കണ്ടാൽ അറിയാൻ പറ്റും. ക്യാബിൻ ഫിൽറ്റർ ഫുള്ളി ബ്ലോക്കാണ്. അതുമാത്രമല്ല ഒരുപാട് പഴക്കമുള്ള ഫിൽറ്ററാണ്. നമ്മളത് മാറി പുതിയ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.